അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു സത്യവിശ്വാസിയുടെ ഇഹലോകത്തിലെ ദുഃഖം ഒരുവൻ ക്ഷമിപ്പിച്ചു കൊടുത്താൽ നാളെ പരലോകത്ത് അവൻ്റെ ദുഃഖവും അള്ളാഹു ക്ഷമിപ്പിക്കും. പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം ഒരാൾ ദൂരീകരിച്ച് നൽകിയാൽ ഇഹത്തിലും പരത്തിലും അള്ളാഹു അവൻ്റെ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകും. സത്യവിശ്വാസികളായ നാം എല്ലാവരും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും അതിലുപരി ഐക്യത്തോടെയും കഴിയേണ്ടവരാണ്. ഈ പുണ്യമേറിയ വിശുദ്ധ റമളാനിൽ പരസ്പരം സ്നേഹത്തോടെയും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും തൻ്റെ സഹോദരൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അകറ്റിക്കൊണ്ട് സ്നേഹത്തോടെ വർത്തിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അതിന് സർവാജ്ഞനാഥനായ തമ്പുരാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മൈമൂന എവിടെ വിളിക്കുന്നു? പൊന്നാനി നഴ്സിംഗ് ഹോമിൽ എവിടെ വിളിക്കുന്നു? ഓക്കെ. മൈമൂന എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ് അല്ലേ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെ പോകുന്നു നോമ്പൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തിന് നോമ്പ് ചൂടായോണ്ട് ചെറിയ പ്രയാസം ഉണ്ടോ? പോകുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി നോമ്പ് തുറയുടെ? കറക്റ്റ് സമയം നമസ്കാരം കൃത്യമായിട്ട് പോണം അല്ലേ? അത് വലിയൊരു കാര്യമാണ്. ഈ ഭാഗത്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയം മതി എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. അതെ അതെ തീർച്ചയായിട്ടും. സമയം പോകുന്നു അറിയില്ല. പിന്നെ അപ്പോ മുൻപ് വിളിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുണ്ട്? കിട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ എന്താ സമ്മാനം വാങ്ങണം? പേര് മൈമൂന എന്നല്ലേ പറയുന്നേ അല്ലെ? ഓക്കെ. ചോദ്യത്തിലേക്ക് പോവാം. മൈമൂന ആരായിരുന്നു നബിയുടെ? അല്ല, ഇത് ചോദ്യമല്ല കേട്ടോ, ഞാൻ വെറുതെ ചോദിക്കുകയാണ്. ഏതാ നിങ്ങളുടെ പേര്? മൈമൂന എന്നാണല്ലോ. നബിയുടെ ആരായിരുന്നു മൈമൂന? എത്രാമത്തെ? പെട്ടോ? അതെന്താണത് കണ്ടെത്തിക്കോട്ടാ. ഓക്കെ. ഞാൻ എന്തായാലും പറയുന്നത് എന്താ അറിഞ്ഞിരിക്കല്ലോ, സ്വന്തം പേര് പോലും അറിയണ്ട നമുക്ക് അല്ലേ? അതിനെ കുറിച്ചല്ലേ അറിയണല്ലോ. ഒന്ന് ഉറപ്പ് വരുത്തേക്കൂട്ടാ എന്തായാലും. ഓക്കെ. എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ അല്ല, തുടങ്ങുക കേട്ടോ. സമ്മാനം കിട്ടാത്ത ആളാണല്ലോ. പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ ആരായിരുന്നു? പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻസ്: സക്കരിയ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം. പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ. സിമ്പിൾ ആണല്ലോ, ഒത്തിരി ആലോചിക്കേണ്ടി വരില്ലല്ലോ. സക്കരിയ. അത്രക്ക് ഉറപ്പുണ്ടോ? ഹലോ. ഓക്കെ. ഫോൺ കട്ടായിട്ടുണ്ട്. അടുത്ത കൊള്ളിലേക്ക് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നസ്ലി. ഓക്കെ. നസ്ലി എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനിയിൽ നിന്ന് വിളിക്കുന്നു. പൊന്നാനി എവിടെയാണ്? പൊന്നാനി പള്ളപ്പുറം MLA റോഡ്. പള്ളപ്പുറത്താണ് വിളിക്കുന്നത് നസ്ലി. ഓക്കെ. നസ്ലി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
5th സ്റ്റാൻഡേർഡ്. 5th പഠിക്കുന്നത്. ഓക്കെ. നോമ്പെടുത്തിട്ടുണ്ടോ? ആ. എത്ര നോമ്പെടുത്തു? 10. 10 എടുത്തു. മാഷാഅല്ലാ, ഒരെണ്ണം വിട്ടിട്ടുള്ളൂ അല്ലേ? ആ. ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ആദ്യമായിട്ടാ വിളിക്കുന്നത്? ആ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ. 5ാം ക്ലാസ്സിലാണല്ലേ? ആ. ഓക്കെ. എങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ട്? പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പരീക്ഷകളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെ. എന്തായാലും ചോദിക്കട്ടെ? ചോദ്യങ്ങൾ പോകട്ടെ? മുന്നേ വിളിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ചോദ്യം രീതി പറയാം. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ. മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 എണ്ണത്തിനും കറക്റ്റായ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, വിവാഹം കഴിക്കാത്ത നബിയുടെ പേര്. വിവാഹം കഴിക്കാത്ത നബിയുടെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം. ലൂത്ത് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ നെസ്ലി, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ. മറിയം ബീവിയെ ഒരു പ്രവാചകൻ എടുത്തു വളർത്തിയിരുന്നു. ഓക്കെ. ആ പ്രവാചകന്റെ പേര് എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് പറയട്ടെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറപ്പിക്കട്ടെ? അല്ല, സക്കരിയ നബി. സക്കരിയ നബി ഉറപ്പാണോ? ഓക്കെ. സക്കരിയ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ നെസ്ലി, ഇനി ഒരു ചോദ്യം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മൂന്നാമത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കറക്റ്റായ ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടാവും. ഓക്കെ. ചോദ്യം ചോദിക്കട്ടെ? ഹലോ. ചോദ്യം ചോദിക്കട്ടെ? ഓപ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ, ആലോചിച്ച് ഉത്തരം പറയണം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, പക്ഷികളുടെ ഭാഷ, അതായത് പക്ഷികളുടെ സംസാരം ഒക്കെ അറിയാമായിരുന്ന പ്രവാചകൻ ഉണ്ടായിരുന്നു. പക്ഷികൾ സംസാരിക്കുന്ന ഭാഷ അറിയാവുന്ന പ്രവാചകൻ ആരായിരുന്നു? സുലൈമാൻ നബി. സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉറപ്പാണോ? മറ്റല്ല? ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. 3 ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. നെസ്ലെ എന്തായാലും സമ്മാനാർഹയാണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ. എന്തായാലും സന്തോഷല്ലേ? ഓക്കെ നെസ്ലെ, വീണ്ടും വിളിക്കണം. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് ആദിൽ. ഓക്കെ. ആദിൽ എവിടെ നിന്ന് വിളിക്കുന്നു? കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് വിളിക്കുന്നു അല്ലെ? എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ലാ? ഓക്കെ. ഏത് സ്കൂളിലാ? മാറഞ്ചേരി സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാ വിളിക്കുന്നത്? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? 8ാം ക്ലാസ് അല്ലേ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല അല്ലേ? എളുപ്പമുണ്ടായിരുന്നു? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം? ഏതാ മലയാളം? എന്താ മലയാളം മാതൃഭാഷ ആയിട്ടാണോ? പഠിക്കാനും സുഖം, എഴുതാനൊക്കെ സുഖമായിരിക്കും അല്ലേ? മാത്സ് എങ്ങനെയുണ്ട്? തീരെ പോരാ. തീരെ
കിട്ടാത്ത വിഷയം വേണം കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ. ഓക്കെ, അതെ അതെ നമ്മളെപ്പോഴും ഇഷ്ടമുള്ള വിഷയം വേഗം ഇരുന്ന് പഠിക്കും. ഇഷ്ടമുള്ള വിഷയം എന്തായാലും ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്തായാലും എങ്ങനെയൊക്കെ മാർക്ക് ഉണ്ടാവും. പക്ഷെ കിട്ടാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ തീരെ അറിയാത്ത വിഷയങ്ങൾ കൂടുതൽ സമയം എടുത്തിരുന്ന് പഠിക്കണം. ഓക്കെ മോനെ കേട്ടോ, അപ്പോഴാണ് അതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ അത് ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് ബാക്കിലോട്ട് മാറ്റി വെക്കരുത്. ഇനി 8ാം ക്ലാസ് ആയി, 2 വർഷം കൂടി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അതിപ്പോ തന്നെ ആ ലെവലിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഏതാണോ പ്രയാസമുള്ള വിഷയങ്ങള് അത് നന്നായി കൈകാര്യം ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, അതിലെ എന്തായാലും നമ്മൾ ചോദ്യത്തിലേക്ക് പോവാം. 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതില് ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, 3 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറയണം കേട്ടോ. അപ്പൊ അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോട്ടെ. ഹലോ, ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മണവാട്ടിയാകുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം എത്രയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മണവാട്ടിയാകുമ്പോൾ, അതായത് നബി ഖദീജ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബീവിയുടെ വയസ്സ് എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻസ് പറയട്ടെ. 28, 20, 40. 40 ഉറപ്പാണ്? ഓക്കെ, 40 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഒന്നാമത്തെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, കോള് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് കോൾ വരുന്നുണ്ട്, പോവാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. The sun shine brighter, I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer, I feel my heart starts flutter as the days pass by. I feel my life lighter. Benco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 333 666. An institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. Beta, I'll be there. No, ma, no.
please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it! Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com. Your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷൗക്കത്ത്. ഓക്കെ, ഷൗക്കത്ത് എവിടെ വിളിക്കുന്നു? ലൈറ്റ് ഹൗസിന്റെ അടുത്താണ് ഷൗക്കത്ത് വിളിക്കുന്നത്. ഷൗക്കത്ത് എന്ത് ചെയ്യുന്നു? ബോട്ടിൽ പോകണം അല്ലേ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? വിളിച്ചിട്ടുണ്ടായിരുന്ന അന്ന് വെള്ളിയാഴ്ച ഫ്രീ ആണല്ലോ അല്ലേ? ഒഴിവുള്ള ദിവസമാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ബോട്ടിലൊക്കെ നോമ്പ് കാലത്ത് പോകുമ്പോ എങ്ങനെ പറയാ? നല്ല ചൂടാണല്ലോ. അതെ 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 അതെ. അല്ല, സത്യത്തിലേ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ശരിക്കും പറയാൻ സമ്മതിക്കണം. കാരണം അത്രയും പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കടലിലൊക്കെ പോയി അക്കരെ പോയി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതങ്ങളാണ്. കാരണം ഈ ഒന്നാമത് റമദാന് നോമ്പ് എടുത്തിട്ട് ഇത്രയും ഭയങ്കരമായ വെയില് ഒക്കെ കൊണ്ടിട്ട് അത്രയും പോയി വരിക എന്നൊക്കെ പറയുമ്പോ നോമ്പ് എടുക്കാറുണ്ടോ കടലിൽ പോകുമ്പോ? അതെ അതെ. ഇപ്പൊ എത്ര വർഷം? ഒരുപാടായോ പോക്ക് തുടങ്ങിയിട്ട്? 14 വർഷമായി അല്ലേ? മാഷാ അല്ലാ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കള്? ഓക്കെ, ഏത് സ്കൂളിലാ? തെയ്യങ്ങാട് സ്കൂളുണ്ട് അല്ലേ? ഓക്കെ, മക്കളെ ഉഷാറായി പഠിക്കണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാ. എന്തായാലും വേണ്ടില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് ഉത്തരം സമ്മാനം ലഭിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യം, പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ. പിതാവില്ലാതെ ജനിച്ച പ്രവാചകൻ. ഓപ്ഷൻസ്: സക്കരിയ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഷൗക്കത്ത് അടിപൊളിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ അതെ. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കരിച്ച ഒരേ ഒരു ഭാര്യ ഉണ്ട്. ഒരു ഭാര്യക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കരിച്ച ഒരേ ഒരു ഭാര്യ. ഓപ്ഷൻസ് പറയട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹലോ അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫസീല. ഫസീല എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാല എവിടെയാണ്? ബോയ്സ് സ്കൂളിന്റെ അടുത്താണ് അല്ലേ? ഓക്കെ, ഫസീല മുൻപ് വിളിച്ചിട്ടുണ്ടോ? കിട്ടുന്നില്ല അല്ലേ? ഇപ്പൊ എന്തായാലും കിട്ടിയല്ലോ. കിട്ടിയ ഉടനെ കയ്യോട് സമ്മാനം വാങ്ങിച്ചോളാം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ടേ. ഒരുപാട് പേര് വിളിക്കുമ്പോ ലൈൻ ബിസിയാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത് കേട്ടോ. എന്തായാലും ശ്രമം നമ്മൾ നിർത്തരുത്, വിളിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ കിട്ടിയല്ലോ, ഇതേപോലെ കിട്ടും.
കിട്ടിയ ഉടൻ സമ്മാനം വാങ്ങിക്കുകയും ചെയ്യണം. ആയിക്കോട്ടെ. ഓക്കെ. എങ്ങനെ പോകുന്നത് നോമ്പൊക്കെ? 10 നോമ്പ് കഴിഞ്ഞു അല്ലേ? എന്തായാലും 10 നോമ്പ് കഴിഞ്ഞു. 10 നോമ്പിൽ ചെയ്ത ഈ ഭാഗത്തുകളൊക്കെ പഠിച്ചം സ്വീകരിക്കട്ടെ. എന്തായാലും ക്വസ്റ്റിന്റെ രീതി 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും. 3 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് ഉത്തരം ലഭിക്കുക. ഓക്കെ. എന്തായാലും 1ാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ, അത് മരണപ്പെടുമ്പോൾ ഭാര്യ ആയിഷ ബീവിയുടെ പ്രായം എത്രയായിരുന്നു? ചോദ്യം ക്ലിയർ അല്ലേ? ഓപ്ഷൻസ് 10, 18, 24. പ്രവാചകൻ മരണപ്പെടുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം 10 ആണോ 18 ആണോ 24 ആണോ? ഹലോ, പറഞ്ഞോളൂ. 24. ഉറപ്പിച്ചു? ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ, നിക്കാഹല്ല. 6ാം വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞു. 9ാം വയസ്സിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതെ, 18. ഉറപ്പാ? 18 കറക്റ്റ്. കൺഗ്രാചുലേഷൻസ്. ഒന്ന് ചിന്തിച്ചു നോക്കിയില്ലേ? 24 ആദ്യം പറഞ്ഞു, അപ്പൊ ഒന്ന് കണക്കൂട്ടി നോക്കി, അപ്പൊ ശരിയായി. ഓക്കെ, മാഷാ അല്ലാഹ്. എന്തായാലും 1ാമത്തെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, കോള് കണ്ടിന്യൂ ആയിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? തെൻവീറുൽ ഹക്ക്. ഓക്കെ, തെൻവീറുൽ ഹക്ക് എവിടുന്ന് വിളിക്കുന്നേ? വെളിയങ്കോട്. വെളിയങ്കോട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 6-ല്. ഏത് സ്കൂളാ? അൽഫല സ്കൂളാണ് വിളിക്കുന്നത്. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ മോനെ? താത്ത വിളിച്ചു. അല്ല, തെരുവീറൊക്കെ മുൻപ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ. സമ്മാനം കിട്ടിയിരുന്നോ? തെറ്റി അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്രാവശ്യം സമ്മാനം വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, 1ാമത്തെ ചോദ്യം, പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്ന പ്രവാചകൻ ആരായിരുന്നു? പക്ഷികളുടെ ഭാഷ, പക്ഷികളുടെ സംസാരം അറിയാവുന്ന പ്രവാചകൻ ആരായിരുന്നു? ഓപ്ഷൻസ്. ആരാണ്? സുലൈമാൻ നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ പറഞ്ഞു അല്ലെ? ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നല്ലോ അല്ലെ? ഓക്കെ, എന്നാ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകൻ ആരായിരുന്നു? സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകൻ. ഓപ്ഷൻസ്: യൂനുസ് നബി അലൈഹി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാം. ആരാണ്? യൂസുഫ് നബി. യെസ്, യൂസുഫ് നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ മോനെ, 3ാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, 3ാമത്തെ ചോദ്യം, ആരാ കൂടെ സഹായിക്കാനുള്ള? ഉമ്മ ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ, എന്തായാലും 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഖബറിന്റെ മേൽ വെള്ളം കുടഞ്ഞു തുടങ്ങിയില്ലേ? അത് നമ്മുടെ ഖബറടക്കിയാൽ ഖബറിന്റെ മേൽ വെള്ളം കുടയും.
ഓക്കെ, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ വെള്ളം കുടയുന്നത്. അങ്ങനെ ചെയ്തു തുടങ്ങിയത് ആരുടെ ഖബറിന്റെ മേലാണ് ആദ്യമായി വെള്ളം കുടഞ്ഞത്? ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ഒരു ക്ലൂ തരാം. നബിയുടെ മക്കളിൽ ഒരാളുടെ ഖബറിന്റെ മേലായിരുന്നു. നബിയുടെ ആൺമക്കളിൽ ഒരാളുടെ ഖബറിന്റെ മുകളിലാണ് ആദ്യമായിട്ട് വെള്ളം കുടഞ്ഞത്. ഓക്കെ, തുടർച്ചയായിട്ടുള്ള കോളിന്റെ സമ്മർദ്ദം കൊണ്ടാവാം കോളുകൾ നിരന്തരം കട്ടാവുന്നുണ്ട്. ഒരുപാട് കോളുകൾ ഒരേ സമയം വരുന്നത് കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ടെക്നിക്കൽ എറർ ആയിരിക്കാം, അതിൽ അറിയില്ല. എന്താ ഒരുപാട് നിരന്തര കോള് വരുന്നത് കൊണ്ട് അധിക കോളുകളും കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. സത്യവിശ്വാസികൾ പരസ്പരം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും വർത്തിക്കേണ്ടവരാണ്. ഇന്നമൽ മുഅ്മിനൂന യഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന വിശുദ്ധ ഖുർആനിക വാക്യം നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരൻ്റെ, തൻ്റെ സുഹൃത്തിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ആവലാദികളും വേവലാദികളും പരസ്പരം പങ്കുവെച്ച് പരസ്പരം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഈ വിശുദ്ധ റമദാനിൽ കഴിയാനും ഈ വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത സ്നേഹവും സാഹോദര്യവും ഐക്യവും സർവാധിനാഥൻ എന്നുമെന്നും നിലനിർത്തി തരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണുമ്പോഴേക്കും മഅസ്സലാമ.